രാമചന്ദ്രൻ സാർ, നമ്മൾ കേരളത്തിലെ ഏതാണ്ട് എല്ലാ സ്ഥാനാർത്ഥികളെക്കുറിച്ചും പാർട്ടികളെക്കുറിച്ചും ചർച്ച ചെയ്തു. എന്നാൽ ഒരു പാർട്ടിയെക്കുറിച്ച് മാത്രം നമ്മൾ ചർച്ച ചെയ്തില്ല. അത് BDJS എന്ന് പറയുന്ന NDA ഘടകകക്ഷിയെക്കുറിച്ചാണ്. നമ്മൾ മനഃപൂർവ്വം വിട്ടുപോയൊന്നുമല്ല. കാരണം അത്ര വലിയ വിജയിക്കാവുന്ന വിന്നബിൾ എന്ന് പറയുന്ന ഒരു മത്സരം കാഴ്ചവെക്കുന്ന സ്ഥാനാർത്ഥികൾ അക്കൂട്ടത്തിൽ ഇല്ല എന്നുള്ള പൊതു നിരീക്ഷണത്തിൻ്റെ ഭാഗം കൂടിയായിരുന്നു. എന്നാൽ പതുക്കെ ചിത്രം മാറി വരുന്നുണ്ട്. ഞാൻ ഇന്നലെ വൈക്കം നിയോജക മണ്ഡലത്തിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണല്ലോ വൈക്കം, അതിൻ്റെ തെക്കൻ ഭാഗം വെച്ചൂർ ഭാഗത്തൊക്കെ പോയിരുന്നു. അവിടെ CPMന് വലിയ സ്വാധീനമുള്ള മേഖല, അതോടൊപ്പം തന്നെ SNDP യോഗത്തിൻ്റെ ശാഖകൾ നിറയുള്ള സ്ഥലം. ഇതൊക്കെ CPM വോട്ടർമാരാണ്. പക്ഷേ അവിടെ ഇത്തവണ BDJSൻ്റെ സാരഥിയായ തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന അദ്ദേഹത്തിന് അനുകൂലമായി വലിയ തോതിൽ SNDPയുടെ മെഷീനറി വർക്ക് ചെയ്യുന്നുണ്ട്. വെള്ളാപ്പള്ളിയുടെ ദിവസം മുമ്പ് ഈ BDJS രൂപീകരിക്കുന്ന സമയത്ത് വെള്ളാപ്പള്ളി പങ്കെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് അദ്ദേഹം പിണറായി വിജയൻ്റെ ഒരു ആശ്രിതനെ പോലെ ഒരു അനുഭാവിയെ പോലെ നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. BDJSനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇവിടെ കേസുകൾ ഉണ്ടായിരുന്നു. BDJSനെ തള്ളിപ്പറയുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ആ സിനാറിയോ ഒന്നും മാറിയിട്ടുണ്ടെന്നു. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന് വേണ്ടിയിട്ട് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുന്നത് വെള്ളാപ്പള്ളിയുടെ ഭാര്യയായ പ്രീതി നരേശനാണ്. വൈക്കത്ത് എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടു SNDPയുടെ ശാഖകളിൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് BDJSന് വേണ്ടിയിട്ട് വോട്ടുകൾ ചെയ്യിപ്പിക്കാൻ വേണ്ടി. അതിൻ്റെ ഒരു പ്രതിഫലം ഇപ്പോൾ വന്നു കഴിഞ്ഞു. കോട്ടയം CPMൻ്റെ ജില്ലാ കമ്മിറ്റി വെള്ളാപ്പള്ളിക്കെതിരെ പഴയ മൈക്രോ ഫിനാൻസ് ഓർമ്മിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. അപ്പോൾ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായ തോമസ് ചാഴിക്കാടൻ LDFൻ്റെ അവിടുത്തെ സ്ഥാനാർത്ഥിയാണ് തോൽക്കുന്ന ഒരു സ്ഥിതി ഇപ്പോൾ സംജാതമായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ അത് നിരീക്ഷിച്ചു? എനിക്കും ഈ ചാഴിക്കാടൻ്റെ നില പരിതാപകരമാണെന്ന് തോന്നുന്നുണ്ട്. അത് പല കാരണങ്ങളും ഉണ്ടായിരുന്നു. കാരണം ഈ BJP RSS പത്രത്തിൽ തന്നെ ജോസ് മാണിയുടെ ഒരു അഭിമുഖം അച്ചടിച്ചു വന്നു. അസാധാരണമാണത്. കാരണം ജന്മഭൂമിയിൽ തോമസ് ചാഴികാടൻ്റെ അഭിമുഖം അച്ചടിച്ചു വന്നതിൻ്റെ ശീർഷകം തന്നെ ഇന്ത്യ മുന്നണി ജയിക്കും എന്നായിരുന്നു. അപ്പോൾ ആ ഇൻ്റർവ്യൂ എങ്ങനെയാണ് വന്നതെന്ന് നമുക്കൊക്കെ അറിയാം. പത്രങ്ങളിൽ ജോലി ചെയ്യുന്നതാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ അന്ന് പറഞ്ഞിരുന്നത്, സാധാരണ ഈ എഡിറ്റ് പേജുകളിൽ പരസ്യമൊന്നും കൊടുക്കാറില്ല, ആഗോളമായി തന്നെ പത്രങ്ങൾ എന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. അതൊരു പരസ്യമാണ് എന്നുള്ള മട്ടിൽ. അത് അപ്പോൾ അങ്ങനെ കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കൊടുത്തവർ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാകാം. RSSൻ്റെയും BJPയുടെയൊക്കെ വോട്ട് ഞങ്ങൾ BDJSന് കൊടുക്കാതെ അങ്ങോട്ട് മറിച്ചേക്കാം എന്ന് ചിലപ്പോൾ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാകാം എന്ന് എനിക്ക് തോന്നി. ആയിരിക്കും അങ്ങനെ എനിക്ക് തോന്നി. പക്ഷേ അങ്ങനെയല്ല സംഭവം. ഈ യാഥാർത്ഥ്യം അങ്ങനെയല്ല. ഈ തുഷാർ വെള്ളാപ്പള്ളി അത്യാവശ്യം വോട്ട് പിടിക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. കാരണം കഴിഞ്ഞ തവണ വയനാട്ടിലൊക്കെ ചെറിയ വോട്ടൊക്കെ അല്ലേ. അതെ. ഇത്തവണ ഒരു 20% അടുത്തേക്കൊക്കെ പോകുന്ന മട്ടിലാണ്. അല്ല, വോട്ട് പിടിക്കുക എന്നുള്ളത് തുഷാർ വെള്ളാപ്പള്ളിയുടെയും BDJSൻ്റെയും ഭാവിക്ക് ആവശ്യമാണ്. അവരുടെ ജീവൻ മരണ. കാരണം പലപ്പോഴും പലരും പറയാറുണ്ട് BDJS BJPക്ക് ഒരു ബാധ്യതയാണെന്ന് പറയുന്ന ഒരു അവസ്ഥ പൊതുവിൽ ഈ സോക്കോൾഡ് സംഖ്യകൾ തന്നെ സ്വകാര്യമായി പറയാറുണ്ട്. തെറ്റായിരുന്നു അത്. അതെ. പക്ഷേ തുടക്കത്തിൽ BDJS ഒരു വലിയ ശക്തിയായിരുന്നു. ആദ്യകാല രൂപീകരിക്കുന്ന സമയത്ത് BJPയുമായി ചേർന്നിട്ട് പലയിടത്തും ശക്തി തെളിയിച്ചിട്ടുണ്ട്, ശബരിമല കാലത്തുമൊക്കെ. പക്ഷേ പിന്നീട് വെള്ളാപ്പള്ളി നടേശനെടുത്ത ഈ പിണറായിക്ക് അനുകൂലമായ നവോത്ഥാന മതിൽ തുടങ്ങിയുള്ള കാര്യങ്ങൾ പലരും പറഞ്ഞു അദ്ദേഹത്തിന് നേരെയുള്ള മൈക്രോ ഫിനാൻസ് കേസുകളുടെയൊക്കെ ഭാഗമായിട്ടുള്ള ഒരു ഒത്തുതീർപ്പിൻ്റെ ഭാഗമൊക്കെയാണ് അതൊക്കെ പറയപ്പെട്ടിരുന്നെങ്കിലും പിന്നെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പലപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത നിലപാടുകളൊക്കെ അദ്ദേഹം പറയാറുണ്ടായിരുന്നതൊക്കെ BJPക്കാർ പറയാറുണ്ട്, സംഘപ്രവർത്തകരും പറയാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ കണക്ക് കൂട്ടുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ BDJS ഗണ്യമായ വോട്ട് കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി ജയിക്കുന്നത് വൈക്കത്തുനിന്ന് കിട്ടുന്ന വോട്ട് കൊണ്ടാണ്. വൈക്കം, കുമരകം, ഏറ്റുമാനൂരിൻ്റെ ചില ഭാഗങ്ങളിലുള്ള വോട്ടുകൾ അത് ഈഴവ വോട്ടുകളാണ്. ഈഴവ വോട്ടുകളുടെ ഒരു കൺസോളിഡേഷൻ വന്നിട്ടാണ് UDF മണ്ഡലമായ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലം എക്കാലത്തും LDF പിടിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചാലകശക്തിയായിട്ടുള്ള ഈഴവ വോട്ടുകളെ മുഴുവനും അടർത്തി മാറ്റാൻ പറ്റിയില്ലെങ്കിലും ഒരു പകുതിയെങ്കിലും അടർത്തി മാറ്റാൻ കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ തോൽവി സമ്പൂർണ്ണമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ BDJS
റിലവൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടിയാണെന്ന് ബി ജെ പിയുടെ മുന്നിൽ തെളിയിക്കുകയും ചെയ്യാം. ഒന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ബി ജെ പി ഏതായാലും കേരളത്തിലെ ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു വലിയ മാറ്റത്തിന് വിധേയമാകുമെന്നൊക്കെ പരക്കെ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. സാറും പറഞ്ഞിട്ടുണ്ട് ഇലക്ഷൻ കഴിയുമ്പോൾ വലിയ അത്ഭുതങ്ങളൊക്കെ നടക്കുമെന്ന്. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ വോട്ട് പിടിക്കാൻ കഴിയാത്ത പാർട്ടിയാണ് ബി ഡി എസിനെ കൈയൊഴിഞ്ഞേക്കാനും ചിലപ്പോൾ വന്നേക്കാം. അതും ഒഴിവാക്കപ്പെടും. ഇനി ഗണ്യമായ തോതിൽ ബി ഡി എസ് വോട്ട് പിടിച്ചാൽ ഒരുപക്ഷെ മൂന്നാം മോദി സർക്കാരിൽ നമ്മുടെ തുഷാർ വെള്ളാപ്പള്ളിക്ക് ഒരു മന്ത്രിസ്ഥാനം കിട്ടിയാലോ? അതെ, അങ്ങനെ കിട്ടിയിട്ട് പിന്നെ രാജ്യസഭാംഗമായാലും മതി. പക്ഷേ വോട്ട് പിടിച്ച് താങ്കൾക്ക് മസിലുകൾ ഉണ്ടെന്ന് തെളിയിക്കണം. അതെ അതെ, മറ്റേ അഗ്നി ശുദ്ധി അതെ അതെ. അപ്പോൾ അതാണ് സാറ് നേരത്തെ മുമ്പ് നമ്മുടെ സുജാതൻ സാറുമായിട്ടുള്ള നമ്മുടെ സംഭാഷണത്തിൽ പറഞ്ഞു കേട്ടു. തിരുവനന്തപുരത്ത് ഈ പറഞ്ഞ പോലെ SNDP യോഗത്തിൻ്റെ ആളുകൾ ശാഖകൾ തോറും പറഞ്ഞിട്ട് രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി വോട്ട് പിടിക്കുന്നുണ്ട്. ആലപ്പുഴയിലും കാണുന്നുണ്ട്. അപ്പോൾ BDS ഇക്കുറി കുറച്ച് ആത്മാർത്ഥമായി അവരുടെ ശേഷി തെളിയിക്കാനുള്ള അത് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ BDJS ഈ തുഷാറിൻ്റെ മാത്രം കക്ഷിയായിട്ട് നിൽക്കാതെ ഇത്തവണ അച്ഛൻ്റെ SNDP കൂടി അതിൻ്റെ കൂടെ ചേർന്ന് സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. വെള്ളാപ്പള്ളി പരസ്യമായിട്ട് പറഞ്ഞല്ലോ, തന്നെയാണ് വരുന്നത്. എൻ്റെ ഭാര്യ പ്രീതി മോദി ഭക്തയാണ് എന്നൊക്കെ പറഞ്ഞാൽ അതേ ഒരു ക്ലിയർ മെസ്സേജ് കൊടുത്തു. ശോഭ കുടുംബ സുഹൃത്താണ് എന്ന് പറഞ്ഞു. മാത്രമല്ല NDA സംബന്ധിച്ച് 400 സീറ്റ് കിട്ടും. ഈഴവരുടെ സ്ഥാനാർത്ഥിയാണ് ശോഭ എന്നും പറഞ്ഞു. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എൻ്റെ പേര് പറഞ്ഞ് ശോഭയ്ക്ക് എവിടെ വേണമെങ്കിലും ചെല്ലാം, ആരും മാറ്റി ഓടിക്കില്ല എന്നും പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാങ്ക് ചെക്ക് കൊടുത്ത പോലെയാണ് സംസാരിച്ചത്. പിന്നെ അപ്പോൾ CPM പറയുന്ന ഒരു കാര്യമുണ്ട്, വെള്ളാപ്പള്ളി പറഞ്ഞാൽ ഇപ്പോൾ ആരും വോട്ട് ചെയ്യത്തില്ല. അത് സുകുമാരൻ നായർ പറയുന്ന പോലെയല്ല. അവർക്ക് വോട്ട് കിട്ടുന്ന കാലത്ത് വെള്ളാപ്പള്ളി പറഞ്ഞാൽ മതി. സുകുമാരൻ നായരെ അപേക്ഷിച്ച് കുറച്ചൊക്കെ ഒരു ഗണ്യമായ സ്വാധീനം വെള്ളാപ്പള്ളി കീഴ കമ്മ്യൂണിറ്റിയിലുണ്ട്. സുകുമാരൻ നായരെ വെച്ച് അളക്കുന്ന കോലുകൊണ്ട് വെള്ളാപ്പള്ളി അളക്കാൻ പാടില്ല. അതെ അതെ, പ്രത്യേകിച്ച് ആലപ്പുഴയിലും വൈക്കത്തും അതെ, കണിച്ചുകുളങ്ങര, ചേർത്തല ആ ഭാഗത്തൊക്കെ അദ്ദേഹം പറയുന്ന പോലെയൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. കാരണം അദ്ദേഹത്തിന് ഈ മൈക്രോ ഫിനാൻസിങ്ങിന് പല സംഭവങ്ങളുണ്ടല്ലോ, കച്ചവടമൊക്കെ ഉണ്ട്. വെള്ളാപ്പള്ളി കട്ടയ്ക്ക് കൂടെ നിന്നാൽ BDJS അത്ഭുതങ്ങൾ ചെയ്യുമോ? അതായത് ഈഴവ വോട്ടിൽ അല്ലെങ്കിൽ തന്നെ ഒരു വ്യത്യാസം വരുന്നുണ്ട് എന്നുള്ളത് കുറച്ചു കാലമായിട്ട് നമുക്കറിയാം. അതായത് ഈ മാനിപ്പുലേറ്റഡ് ആണെങ്കിൽ പോലും പല കേരളത്തിലെ ചാനലുകൾ പോളുകൾ നടത്തിയിരുന്നല്ലോ അഭിപ്രായം. അതിൻ്റെ അകത്ത് എല്ലാ പോളിൻ്റെ അകത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, NDAക്ക് BJPക്ക് CPMൽ നിന്ന് ഈഴവ വോട്ട് കിട്ടുന്നുണ്ട്. ഈഴവ വോട്ടേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ഈഴവ പാർട്ടി ഇപ്പോഴും CPM അല്ലേ? അല്ല, അതെ, CPMൽ നിന്ന് BJPക്ക് വരുന്നു എന്നുള്ളത് അതിൽ ദൃശ്യമായിരുന്നു. അതുകൊണ്ട് പലയിടത്തും ഈ NDA സ്ഥാനാർത്ഥി അല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് കൂടുന്നുണ്ടായിരുന്നു. അവർ കണക്ക് പറയുമ്പോൾ തന്നെ കോൺഗ്രസിൽ നിന്നുള്ള വോട്ട് കിട്ടുന്നുണ്ട്. ഇന്ന ആൾക്ക് വോട്ട് കുറയുന്നത് കോൺഗ്രസിൽ നിന്ന് BJP പിടിക്കുന്നത്, അത് സാധാരണ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. BJP സ്ഥാനാർത്ഥി പിടിക്കുന്നതൊക്കെ കോൺഗ്രസിന്റെ വോട്ടാണെന്ന്. ഇപ്പം അത് സാച്ചുറേഷൻ പോയിന്റിലേക്കൊക്കെ പോയ ശേഷം പിന്നെയും കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. ഇരട്ടിക്കുന്നൊക്കെ ഉണ്ട്. ചില സ്ഥലത്ത് 10% കൂടുന്നുണ്ട് NDA സ്ഥാനാർത്ഥിക്ക്. അപ്പോൾ ഈ സെഫോളജിസ്റ്റുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് CPMന്റെ വോട്ടിലേക്ക് BJP കടന്നു കയറുന്നു എന്നുള്ളതാണ്. CPMന്റെ വോട്ട് പോകുമ്പോൾ അത് ഹിന്ദു വോട്ടായിരിക്കും. അതിൽ തന്നെ BDJS സ്ഥാനാർത്ഥി ഉള്ളിടത്ത് അത് BDJS സ്ഥാനാർത്ഥിക്ക് പോവും ആണല്ലോ. അല്ലാത്തടത്ത് BJP സ്ഥാനാർത്ഥിക്കും NDA സ്ഥാനാർത്ഥി ആരാന്ന് വെച്ചാൽ അവർക്കും പോകും. ഇവിടെ വലിയ സഖ്യമൊന്നുമില്ലല്ലോ NDA എന്ന് പറഞ്ഞാൽ. BDJS അല്ലേ കാര്യമായിട്ടുള്ളൂ, 4 സീറ്റും. അപ്പോൾ ആ വോട്ടുകൾ BDJS സ്ഥാനാർത്ഥികളിലാണ്. ഇപ്പോൾ ചാലക്കുടിയിലെ ഉണ്ണികൃഷ്ണൻ, മറ്റേ കലാശാല മാവേലിക്കര, അപ്പോൾ പിന്നെ ഇടുക്കിയിലെ സംഗീത നല്ല സ്ഥാനാർത്ഥിയാണ്. സംഗീത നല്ല സ്ഥാനാർത്ഥി. നവോത്ഥാനം അതിലുണ്ടായിരുന്നു. നവോത്ഥാനം അതിൽ കെട്ടാൻ പോയിരുന്നു. പക്ഷെ നല്ല സ്ഥാനാർത്ഥിയാണ്. അവർക്കും ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടുന്നത് തന്നെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഇടുക്കിയിൽ ഒരു ബേസ് വോട്ട് BDJS ഉണ്ട്. വിദ്യാസാഗറിൻ്റെ ഒക്കെ സ്ഥലമല്ലേ അത്. അപ്പോൾ അവർക്കും കൂടുതൽ വോട്ട് കിട്ടുന്ന മട്ടിലേക്കാണ്. 18%, 14-നും 18-നും ഇടയ്ക്ക് അവർക്കും കിട്ടുന്നതാണ് ഇതിലെ പോളിലൊക്കെ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ പൊതുവെ SNDP സജീവമായി ഈ NDAയിൽ
ഇറങ്ങിയിട്ടുണ്ട്. ഈ തിരുവനന്തപുരത്ത് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരം എനിക്കുണ്ട്. ആലപ്പുഴയിലുണ്ട്, കോട്ടയത്തും എനിക്ക് ബോധ്യപ്പെട്ടു. കോട്ടയത്ത് വെച്ചൂര് എനിക്ക് ബോധ്യപ്പെട്ടു. വെച്ചൂരുണ്ടെങ്കിൽ മാത്രമല്ല അവിടെ ഇരിക്കുമ്പോൾ ഞാൻ നമ്മൾ അടിയൊഴുക്കായിട്ട് കണ്ടാണ് അത്, പക്ഷെ പച്ചയ്ക്ക് വെള്ളാപ്പള്ളി പറയുകയും ചെയ്തു. മീനച്ചിൽ യൂണിയൻ, അതായത് എന്നോട് വേറെ ആൾ മീനച്ചിൽ യൂണിയനും ഇതുപോലെ വളരെ കാര്യമായി, അവിടെ ഒരു അഗ്രസീവ് യൂണിയനാണ് മീനച്ചിൽ യൂണിയൻ. അവരും അഗ്രസീവായിട്ട് തന്നെ BDS സ്ഥാനാർത്ഥിക്ക് വേണ്ടി BDS അല്ല SNDP യോഗത്തിൻ്റെ യൂണിയൻ പ്രവർത്തിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായത് ഈ സാധാരണഗതിയിൽ വെള്ളാപ്പള്ളി ഇങ്ങനെ പറഞ്ഞാൽ ഒരു ജാഗ്രത പുലർത്തേണ്ട കാര്യം പിന്നെ നായർ വോട്ടിൽ വല്ല കുഴപ്പവും എന്നുള്ളതാണ്. ഞങ്ങൾ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ, പക്ഷെ അതിലും വലിയ കുഴപ്പം ഇത്തവണ SNDP പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. SNDP മിഷനറിയോട് BJP തുഷാറിന് വേണ്ടി പരമാവധി വോട്ട് ക്യാൻവാസ് ചെയ്യാനുള്ള പ്രവർത്തനം നടത്തണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് തിരുവനന്തപുരത്തുമൊക്കെ SNDP യൂണിയനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖരനെ പിന്തുണയ്ക്കുന്ന അവരിറങ്ങി പ്രവർത്തിക്കുന്നുണ്ട്. ഉണ്ടല്ലേ? തിരുവനന്തപുരത്ത് ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ RSS ഇത്തവണ ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ സംഘടനാ സെക്രട്ടറി ഒക്കെ മറ്റേ BJPയുടെ സംഘടനാ സെക്രട്ടറി ആയിട്ട് K. സുഭാഷ് വന്നല്ലോ. അപ്പൊ ക്ലീൻ ആയിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓരോ സ്ഥലത്തും അത് മോണിറ്ററൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ വോട്ടുകളും പോകാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ കൺസോൾട്ടേഷൻ, ഈ രാമക്ഷേത്രത്തിന്റെയും CAയുടെയും കാര്യം വെള്ളാപ്പള്ളി പറഞ്ഞല്ലോ, അത് രണ്ടും ധ്രുവീകരണത്തിന് BJPയുടെ സ്റ്റാൻഡാണ് പറഞ്ഞത്. മാത്രമല്ല ആലപ്പുഴയിലെ ഈ ന്യൂനപക്ഷങ്ങളിൽ നിന്നൊരു ഭീഷണി നേരിടുന്ന സമുദായമാണ്. നേരത്തെ ചർച്ചയിൽ ഞാൻ സുജാതനോടും പറഞ്ഞു, എത്രയോ തവണ വെള്ളാപ്പള്ളി ലവ് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ. ആ പ്രശ്നം പല സ്ഥലത്തും ഈഴവ സമുദായത്തിനെ അലട്ടുന്നുണ്ട്. അത് പുറത്തങ്ങനെ പറയാൻ പറ്റില്ലല്ലോ എന്നുള്ളതുകൊണ്ട് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ കാണുന്നത് BDJSന് അവരുടെ പൊളിറ്റിക്കൽ എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്യേണ്ട തെരഞ്ഞെടുപ്പാണ്. ഒരു പക്ഷേ ഇത് പ്രൂവ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അവരെ സംഘപരിവാർ രാഷ്ട്രീയം തിരസ്കരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ. അവർക്ക് പ്രൂവ് ചെയ്യാനായിട്ട് ഇതൊരു സുവർണ അവസരമാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ വെള്ളാപ്പള്ളി നേരത്തെ എടുത്തിരുന്ന അദ്ദേഹത്തിനുള്ള കേസുകൾ കൊണ്ട് ഇവിടെ ആഭ്യന്തരം കൈകാര്യം ചെയ്തിരുന്ന പിണറായി വിജയന് അനുകൂലമായിട്ട് എടുത്തിരുന്ന നിലപാട് അദ്ദേഹത്തിന് മാറ്റാൻ കിട്ടുന്ന അവസരം. എന്താന്ന് വെച്ചാൽ വളരെ ദുർബലമാണ് ഇപ്പോൾ പിണറായിയുടെ പൊസിഷൻ. കേസുകൾക്ക് മേൽ കേസുകളായിട്ട് നിൽക്കുകയാണ്. എപ്പോഴാണ് കുടുംബത്തിലേക്ക് ഇടി ചെല്ലുന്നതെന്നൊക്കെ ഇനി ദിവസങ്ങൾ മാത്രം. നമ്മുടെ TG മോഹൻദാസ് പറഞ്ഞ പോലെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് വീണയെ ED അറസ്റ്റ് ചെയ്താൽ പോലും അത്ഭുതമില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം. പക്ഷെ ഇനി 3 ദിവസമല്ലേ? 3 ദിവസം വലിയ സമയമാണ്. അതൊക്കെ ആകാം. കാരണം ഇനി അങ്ങോട്ടാണ് കയറേണ്ടത്. കണക്കുകളൊക്കെ മറ്റേ കർത്തായുടെ മാനേജർ കൊടുത്തു കഴിഞ്ഞാൽ എത്രയാണെന്നൊക്കെ ഉള്ളതൊക്കെ നാച്ചുറലി വീണയ്ക്കാണ് നോട്ടീസ് പോകേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും എന്തുകൊണ്ടാണ് നിങ്ങൾ പിണറായിയെ അറസ്റ്റ് ചെയ്യാത്തത് എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ, അത് വെള്ളാപ്പള്ളിക്കും സൗകര്യപ്രദമായി ചോദിക്കാവുന്നൊരു അവസ്ഥ ഉണ്ട്. പക്ഷെ അതേ ഒരു മാന്യത വെച്ച് ചോദിക്കില്ല. പക്ഷെ അദ്ദേഹത്തിന് രാഷ്ട്രീയ നിലപാട് മാറ്റാം. കേന്ദ്രം അദ്ദേഹത്തിന്റെ കൂടെ ഏതാണ്ട് നിലപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതുന്നു ഒരു പക്ഷേ കോട്ടയം മണ്ഡലത്തിൽ 1 ലക്ഷം വോട്ടോ അല്ലെങ്കിൽ 2 ലക്ഷം വോട്ട് വരെയൊക്കെ സമാഹരിക്കാൻ BJP മുന്നണിക്ക് കഴിഞ്ഞാൽ, വേണമെങ്കിൽ SNDPയുടെ സംഘടനാ മെഷീനറിയെ ആ തരത്തിൽ ഉപയോഗിച്ചാൽ അത്രയും വോട്ട് കിട്ടുന്നതാണ് തോന്നുന്നത്. അസാധ്യമല്ല. കഴിഞ്ഞാൽ ഞാൻ കരുതുന്നത് തുഷാർ വെള്ളാപ്പള്ളി അടുത്ത 3ാം മന്ത്രിസഭയിൽ ഒരു മന്ത്രിയായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഒന്നാമത് കോട്ടയത്തൊക്കെ ഒരുപാട് ഈ സൈസബിൾ കുമരകം സ്ഥലത്തുമൊക്കെ TK രാമകൃഷ്ണനെ കൊണ്ട് നിർത്തിയതേ തൃപ്പൂണിത്തുറയിൽ പ്രശ്നമാണെന്ന് തോന്നിയപ്പോൾ കൊണ്ട് നിർത്തിയത് കോട്ടയത്തല്ലേ. അത് ഈഴവ വോട്ടുകൾ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെയാണ് അന്ന് പാർട്ടി ചെയ്തത്. അപ്പോൾ ഈഴവ വോട്ടുകളിൽ വിള്ളൽ വല്ലാതെ വരുന്നുണ്ട്. CPMന്റെ ഈഴവ വോട്ടുകൾ. ഏതായാലും BDS ഇനി തുടർന്ന് BJP മുന്നണിയിൽ NDAയിൽ ഉണ്ടാകുമോ എന്ന് മാത്രമല്ല, തുഷാർ വെള്ളാപ്പള്ളി കേരളത്തിൽ നിന്ന് SNDP യോഗത്തിൻ്റെ ആദ്യത്തെ കേന്ദ്രമന്ത്രിയായി വരുമോ എന്നതിൻ്റെ കൂടി ഉത്തരമായിരിക്കും കോട്ടയത്തെ തെരഞ്ഞെടുപ്പ് ഫലം. ആ സമയത്തൊക്കെ ആകുമ്പോൾ സുജാതൻ ആഗ്രഹിച്ചതുപോലെ കുമാരനാശാനോ നാരായണഗുരുവിനോ ഭാരതരത്നവും കിട്ടും. ഏതായാലും കാര്യങ്ങൾ ശുഭകരമായി നടക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.